ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയക്കാരുടെ ബുദ്ധിശൂന്യമായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടാൽ അത് ഷെയർ ചെയ്യാറുണ്ട്. സിനിമാ താരങ്ങളുടെ ഫോട്ടോകൾ ഷെയർ ചെയ്യാറുണ്ട്. ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചുപോയി എന്ന രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ വന്നാൽ അതിൻ്റെ സത്യാവസ്ഥ പോലും പരിശോധിക്കാതെ ഷെയർ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ പരസ്യം കണ്ടാൽ അത് തട്ടിപ്പാണെന്ന് പോലും പരിശോധിക്കാതെ നമ്മളത് ഷെയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചവറ് കണ്ടാലും അത് ഷെയർ ചെയ്യുന്ന ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മുടെ ഒരു സുഹൃത്തോ അയൽക്കാരനോ കുടുംബക്കാരനോ ആരുമാവട്ടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൻ്റെ പോസ്റ്ററോ ബ്രോഷറോ പ്രോസ്പെക്ടസോ വെബ്സൈറ്റ് ലിങ്കോ നമുക്ക് അയച്ചു തന്നിട്ട് ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നൊരു ബിസിനസ്സാണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പേര് അത് ചെയ്യാറുണ്ട്? എന്തോ ആ സമയത്ത് മാത്രം നമ്മുടെ ആരുടെയും ഫോണിലെ ഷെയർ ബട്ടൺ വർക്ക് ചെയ്യുകയില്ല. നമ്മുടെ എല്ലാവരുടെയും മനസ്ഥിതി അങ്ങനെ ആയിപ്പോയി. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഭയങ്കര മടിയാണ് അല്ലേ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ പയ്യൻ നമ്മളെ ഫോൺ ചെയ്തിട്ട് നമ്മോട് പറയുകയാണ്, ചേട്ടാ എനിക്കൊരു ജോലി കിട്ടി, മാസം 50,000 രൂപ സാലറി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, ആഹാ കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, ഓൾ ദ ബെസ്റ്റ്, ട്രീറ്റ് വേണം, ചെലവ് വേണം, ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയാൻ നമുക്ക് ഒരു മടിയുമില്ല. അതേസമയം ആ പയ്യൻ നമ്മളെ വിളിച്ചിട്ട് അവൻ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങിയ കാര്യം പറയുമ്പോൾ നമ്മൾ പിന്നെ ഇത് കേട്ട ഭാവമേ നടിക്കില്ല. ചിലപ്പോൾ നമ്മൾ പിന്നെ അവൻ്റെ മെസ്സേജിനോ ഫോൺ കോളിനോ പോലും റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വരും. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടി ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ വിവാഹം ഉറപ്പിച്ചു, 1 മാസത്തിനുള്ളിൽ എൻ്റെ വിവാഹം ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശീർവദിച്ച് പറഞ്ഞയച്ചു. 1 മാസത്തിനുള്ളിലായിട്ട് എനിക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിശ്ചയിച്ചുറപ്പിച്ച ആ വിവാഹം മുടങ്ങിപ്പോയി എന്നാണ്. പെണ്ണ് വീട്ടുകാർ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ ഫാദറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, സാറേ എന്ത് പറ്റി, നിശ്ചയിച്ചുറപ്പിച്ച് കല്യാണം വരെ എത്തിയിട്ട് പിന്നെ അത് മുടങ്ങിപ്പോകാനുള്ള കാരണം എന്തായിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സാർ ആക്ച്വലി ആ പയ്യന് ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടി, അപ്പോൾ നമ്മൾ അതുകൊണ്ട് പിന്മാറിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു സാർ ആ പ്രശ്നം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യന് വല്ല മദ്യപാനമോ പുകവലിശീലമോ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമായൊരു മറുപടിയായിരുന്നു. സാർ അതെ, ഈ പയ്യന് ഈ സ്റ്റാർട്ടപ്പിൻ്റെ അസ്കിത ഉണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടി. ദൈവഭാഗ്യം കൊണ്ട് നേരത്തെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടില്ലേ, നമ്മൾ പെട്ടുപോയേനെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുക, സംരംഭത്വം തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മോശപ്പെട്ട കാര്യമാണോ? പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്ഥിതി അങ്ങനെയാണ്. അത് ഇനി അയാൾ രക്ഷപ്പെടണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ അതോ അയാൾ ഗുണം പിടിക്കുന്നതിലുള്ളൊരു അസൂയ കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഒരു സംരംഭകത്വമായിട്ടൊരാൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനോടുള്ള നമ്മുടെ സമീപനം വളരെ മോശമാണ്. പക്ഷെ അതൊക്കെ മാറി സംരംഭകരെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ നേർക്കുള്ള നമ്മുടെ സമീപനം കുറേ കൂടി വിപുലവും വിശാലവുമായിട്ട് മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട് ഇത്രയും അഭിവൃദ്ധി പ്രാപിച്ചത് ഒരിക്കലും സ്ഥിരവരുമാനക്കാരിലൂടെയല്ല, സംരംഭകരിലൂടെയാണ്. ഇതുപോലുള്ള സംരംഭകർ നല്ല ആശയവുമായി മുമ്പോട്ട് വന്ന് അവർ റിസ്ക് എടുത്ത് അവരുടെ എല്ലാ അധ്വാനങ്ങളും അതിനുവേണ്ടി അർപ്പിച്ച് ആയുസ്സും ആരോഗ്യവും അതിനുവേണ്ടി ത്യജിച്ച് അവർ ഇങ്ങനെ ബിസിനസ് തുടങ്ങി നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ല രീതിയിൽ കാര്യമായ സംഭാവനകൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും അഭിവൃദ്ധിപ്പെട്ടത്. അല്ലാതെ ഒരിക്കലും സ്ഥിരമായിട്ട് വരുമാനം വാങ്ങിക്കൊണ്ട് സേഫായിട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടല്ല. ആ സത്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംരംഭകരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഈ ബേബി ഷവർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുതിയ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരണം. ഓൺട്രപ്രണർ ഷവർ അല്ലെങ്കിൽ ബിസിനസ് ഷവർ എന്നൊക്കെ പറയുന്ന പോലെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന ആരെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഓഫീസ് സന്ദർശിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും നമുക്ക് കൊടുക്കാവുന്ന കാര്യങ്ങൾ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു മേശയോ കസേരയോ അലമാരയോ കബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതെന്ത് ചെയ്യാം, അത് ഇവരുടെ ഓഫീസിലേക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഒരു ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ ഉപയോഗശൂന്യമായിട്ട് ആവശ്യമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഇവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഓഫീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനോ അതുപോലുള്ള എന്തെങ്കിലും ഒരു അവശ്യ വസ്തുക്കളോ നമുക്ക് നമ്മുടെ വക സ്പോൺസർ ചെയ്യാം. അതുപോലെ ഒരു ചെറിയ ബുക്കോ പേപ്പറോ കടലാസോ എന്തെങ്കിലും ആയിക്കോട്ടെ, പേനയോ ഒരു മൊട്ടുസൂചി പോലും ആയിക്കോട്ടെ, നമ്മളെ കൊണ്ട് കൊടുക്കാമെങ്കിൽ ആ ഓഫീസിലേക്ക് അവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ നമ്മളത് കൊടുത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. കാരണം സംരംഭകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ നാട്ടിലൊരു ശീലമുണ്ട്, ഏതെങ്കിലും ഒരു പയ്യൻ ഉത്തരവാദിത്തബോധമില്ലാതെ ആകെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കാള കളിച്ച് നടക്കുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും. അത് പെണ്ണ് കെട്ടിക്കുന്നതിൻ്റെ അർത്ഥം അവന് ഉത്തരവാദിത്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവനെ നേരാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പെൺകുട്ടിക്കാണ് ഉണ്ടാവുന്നത്.
പക്ഷേ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, നാട്ടിലുള്ള എല്ലാ അലമ്പന്മാരെയും നേരാക്കി എടുക്കാനുള്ള കോൺട്രാക്ട് എടുത്തവരല്ല നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ പെൺകുട്ടിയുടെ കൂടി ജീവിതം കോഞ്ഞാട്ടയാക്കുന്നതിന് പകരമായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഒരു സംരംഭം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യിക്കണം. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടമെങ്കിലും അവനക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആ ബിസിനസ്സിലൂടെ അവനക്കൊരു ഉത്തരവാദിത്വ ബോധം വരും. അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണ, ഒരു പ്രചോദനം അവൻ്റെ ഉള്ളിലുണ്ടാകും. അവൻ തന്നെ സ്വയമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് പതുക്കെ പതുക്കെ അവനതിലേക്ക് കയറി വരികയും അവനതിൽ രക്ഷപ്പെട്ടു വരികയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മനസ്സ് പലപ്പോഴും ആ ഒരു വഴിക്ക് പോവാറില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ആ സാഹചര്യങ്ങളൊക്കെ മാറേണ്ടതുണ്ട്. സംരംഭത്തിന് നേരിട്ടുള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ടോട്ടലി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഒരുപാട് നല്ല നല്ല ആശയങ്ങളുണ്ട്. അവർ ആ ആശയങ്ങളുമായിട്ട് വരട്ടെ, അവരത് പ്രവൃത്തിപദ്ധതിയിൽ എത്തിക്കട്ടെ. എന്നിട്ട് ആ ഒരു സ്വപ്നങ്ങളെല്ലാം സഫലമാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവട്ടെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവട്ടെ. അതെല്ലാം ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് വരട്ടെ. നമ്മളെല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടട്ടെ. അപ്പോൾ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് ഈ ഓൺട്രപ്രണർ രംഗത്തേക്ക് വരുന്ന ആളുകളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. അവരെ നമ്മൾ മാക്സിമം ആളുകളിലേക്ക് അവരെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ നമ്മൾ അവരെ റെക്കമെൻഡ് ചെയ്യുക. അവരുടെ വിലാസങ്ങളും ബ്രോഷറും മറ്റൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുക. നമ്മളും കഴിയുന്നതും അവരിൽ നിന്ന് തന്നെ ആ ഉൽപ്പന്നം വാങ്ങാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുക. അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ആ രീതിയിലേക്ക് വിശാലമായി ചിന്തിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി ഉണരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്താം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.